ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ നേതാക്കളെ, സുഹൃത്തുക്കളെ, ബാങ്കിന്റെ സ്റ്റാഫ്, മുൻ പ്രസിഡന്റുമാര്, മുൻ ബോർഡ് മെമ്പർമാര്, നേരത്തെ റിട്ടയറായി ഇവിടുന്ന് പോയ പിരിഞ്ഞുപോയ സ്റ്റാഫുകൾ, എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബോർഡ് മെമ്പർമാരെ, സുഹൃത്തുക്കളെ, നമുക്കിതൊരു ചരിത്ര നിമിഷമാണ്. കാരണം ഒരു സഹകരണ പ്രസ്ഥാനം 100 വർഷം അതിന് കേടുകൂടാതെ അത് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നമുക്ക് ഇത്രയും കാലം കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഐക്യം, അല്ലെങ്കിൽ മുട്ടൻകാരുടെ കൂട്ടായ്മയുടെ ഐക്യം അടുത്ത പ്രദേശത്തെങ്ങുമില്ല. നമ്മൾക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ തലമുറകൾ ഈ ബാങ്കിലൂടെ വന്ന് കടന്നു പോകുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് ഡാനിയൽ സാറിൻ്റെ മകൻ, ഡാനിയൽ സാർ ഇവിടുത്തെ മുൻ ഒരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ ഇവിടെ തന്നെ പ്രസിഡന്റ് ആകാൻ പറ്റി. അതുപോലെ ചിറ്റാട്ടിൽ ഏപ്പൻ ചേട്ടൻ്റെ മകൻ ശ്രീ വിജി ചിറ്റാട്ടിലും ഇവിടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ തലമുറകൾ നമ്മുടെ ഈ ബാങ്കിന് ചരിത്രമായിട്ടുണ്ട്. അപ്പൻ കഴിഞ്ഞതിന് ശേഷം പ്ലാത്തോട്ടത്തിൽ ലിജുവിൻ്റെ ഫാദർ ഒക്കെ ഇവിടെ വർക്ക് ചെയ്തവരാണ്. അങ്ങനെ എല്ലാ രീതിയിലും തലമുറകൾ പഴക്കമുള്ള ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ ഇതിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് മെമ്പേഴ്സിനെ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കാം. കാലത്തിലെ മിനിറ്റ്സ് ബുക്കുകൾ വായിച്ചു നോക്കുമ്പോൾ സത്യം പറയാമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതവും അതിശയവും ഒരു എന്തെന്നില്ലാത്ത ഒരു ആവേശവും നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ബാങ്കായിട്ട് പ്രവർത്തിച്ച് നിരന്തരം ധാരാളം വ്യക്തികൾക്ക് ലോൺ കൊടുക്കുകയും ചിട്ടികൾ നടത്തുകയും സ്വർണ്ണപ്പണയം നൽകുകയും എല്ലാ വ്യക്തികളുടെയും ഒരു അത്താണിയായിട്ട് ഈ ബാങ്ക് മാറിയ ഒരു കാലഘട്ടമായ ചരിത്രമാണ് ഈ ബാങ്കിനുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മുട്ടത്ത് ധാരാളം ബാങ്കുകൾ, ന്യൂ ജനറേഷൻ ബാങ്ക് ഉൾപ്പെടെ ധാരാളം ബാങ്കുകൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും താങ്ങും തണലുമായിരുന്നു. തെങ്ങ് കെട്ടി കൊടുത്തും കുരുമുളക് ചെടികൾ പണയപ്പെടുത്തിയും ചെറിയ കൃഷിഭവനുകൾ പണയപ്പെടുത്തിയും ഒക്കെ കൃഷിക്ക് വേണ്ടി 100, 50, 200 രൂപ കൊടുത്ത് വലിയ കാര്യമായിട്ട് ഇന്ന് നമ്മുടെ മിനിറ്റ്സ് ബുക്കിൽ കൂടെ നമുക്ക് വായിച്ചു പോകാനായിട്ട് കഴിയുന്നുണ്ട്. 3 കൊല്ലം മുന്നോട്ടുള്ളവരെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ എല്ലാം ദീർഘവീക്ഷണമാണ് ഈ നിലയിൽ മുന്നോട്ട് മനസ്സിലായത്. സർവീസ് ബാങ്കായി, സഹകരണ ബാങ്കായി വരുന്നതും വരെയുള്ള വിവിധ ഘട്ടങ്ങളുടെ പറയുണ്ടായതിൽ ഒരു ലഘുചരിത്രത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. ഇതിനെ താങ്ങും തണലുമായിരിക്കേണ്ടവർ നിങ്ങളാണ്. ആ നിലയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീർഘമായ പ്രസംഗത്തിന് കൊള്ളുന്നില്ല, പല പരിപാടികളുണ്ട്, പറഞ്ഞു കേട്ടിരിക്കുന്നു.
ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ സാർ പറയുകയുണ്ടായി, ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വന്നത് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ബാങ്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്തോഷ് കുമാർ അമ്പാട്ട് മുട്ടം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അങ്കമാലി സെന്റ് ജോസഫ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠനം. മദ്രാസ് ആവടി RTC സെക്കൻഡ് യൂണിറ്റിൽ 1/7/1985 CRPF ജോലിയിൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യാൻ സാധിച്ചു. കാർഗിൽ യുദ്ധസമയത്ത് ഉറിയിലായിരുന്നു ജോലി. മണിപ്പൂരിൽ നിന്നും 40 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി പിരിഞ്ഞു. വിശിഷ്ടമായ സേവനങ്ങൾ 38 ക്യാഷ് അവാർഡുകളും ഒരു ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചു. ഭാരതത്തിന് സൈന്യത്തോടൊപ്പം നൽകിയ സേവനങ്ങളെ ആദരവോടെ സ്മരിക്കുന്നു. ബഹുമാന സൂചകമായി പൊന്നാട അണിയിക്കുന്നതിനായി സന്തോഷ് കുമാർ അമ്പാട് സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഓർമ്മകൾ എൻ്റെ മുത്തശ്ശനായ കാടമറി ഇല്ലത്ത് ശ്രീ KP കേശവൻ നമ്പൂതിരിയിൽ എത്തിയിട്ടുണ്ട്. അന്നത്തെ ഒരു കൊച്ചു ഗ്രാമമായ മുട്ടത്തിലെ സ്ഥലവാസികൾക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യം വായ്പാ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും ഒരു ബാങ്ക് ആവശ്യമാണെന്ന ദീർഘവീക്ഷണത്താണ് ഈ ബാങ്കിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്കിൽ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എന്ന് പറയുന്ന 4 തലമുറകളെ രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ്. സ്വാതന്ത്ര്യത്തിനും മുമ്പാണ് വലിയ ദേശീയ സമരമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാടിനോട് സ്നേഹമുള്ള സമർപ്പിതമായ മനസ്സുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ബാങ്കിന് രൂപ നൽകി. ഈ സമയം വരെ സംസാരിച്ചവർ വളരെ ദീർഘമായി വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. വളരെ കൗതുകത്തോടെ നമുക്ക് കേട്ടിരിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. കാരണം 100 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഒത്തിരി പല അംഗമായി ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. 3 തലമുറകൾക്ക് മുമ്പ് എൻ്റെ വല്യച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് ഈ തോമസ് മുച്ചമ്പുഴയുടെ കാലത്ത് അവർ ചേർന്ന് ആരംഭിച്ച ഈ ബാങ്കിൻ്റെ 3ാം വാർഷികം ആഘോഷിക്കുന്നു. ആ വേദിയിൽ ആ ബാങ്കിൽ നിൽക്കുന്ന ബാങ്കില് പ്രദേശത്തെ ഒരു പഞ്ചായത്താണ് ഒരു പൊതുപ്രവർത്തന പാരമ്പര്യത്തോടുകൂടി നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. സന്തോഷത്തിന്റെ നിലകളാണ്. ഏകദേശം 100 വർഷങ്ങൾക്കുള്ളിൽ, ഏകദേശം 100 വർഷങ്ങൾക്കുള്ളിൽ ഒരു 7 ആളുകൾ ചേർന്ന് ഈ മുട്ടത്തിന്റെ പുരോഗതി സാമ്പത്തികമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് ആലോചിച്ച ഒരു കാലം. ആ കാലത്ത് നിന്ന് നമ്മളിന്ന് വളർച്ചയുടെ ഏറ്റവും ഉന്നതിയിലെത്തിയിരിക്കുന്ന സമയമാണ്. 25ാം വാർഷികം വളരെ ഭംഗിയായിട്ട് നമ്മളിവിടെ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 100-ലെത്തിയിരിക്കുകയാണ്. ഈ 100ാം വാർഷികം നടക്കുന്ന സമയത്ത് ബാങ്കുകളിലെല്ലാം ചെറിയ ചെറിയ അപാകതകൾ സഹകരണ രംഗത്ത് മൊത്തമുള്ള പ്രശ്നം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇത് ഈ ബാങ്ക് തുടങ്ങിയപ്പോൾ മുട്ടം പഞ്ചായത്തിൻ്റെ
ഈ ദുരിതപുള്ളിയായി ശോഭിച്ച ഈ ബാങ്ക് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ പ്രവർത്തനങ്ങൾ മന്ദിരിച്ചു. അത് യാഥാർത്ഥ്യമാണ്. ഇത് കാരണം കാർഷിക മേഖല പൂർണ്ണമായി തകർന്നു. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നമ്മുടെ മുട്ടാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേസ്യ, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ദിനേശ് ചന്ദ്രൻ പി, വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എ ആർ സന്തോഷ് അമ്പാട്, മുൻ പ്രസിഡന്റുമാർ,